അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു കവലയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട രാഷ്ട്രീയ ബോധമുള്ള ചിന്തയുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, നമുക്കിന്നിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം രാഷ്ട്രീയ വികസനവും വാഗ്ദാനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് നൽകുന്ന വികസനങ്ങളെയും അതുപോലെ അവർ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെയും കുറിച്ചിട്ട് നാം എല്ലാവരും ഉത്ബോധവരാവേണ്ട ഒരു ചിന്തിക്കേണ്ട ഒരാളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നാമൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ നാമൊക്കെ എല്ലാവർക്കും നമ്മുടെ അടയാളമായ ഒരു പൗരന്റെ അവകാശമായ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ ഇന്ന് ഓരോ ഭരണത്തിലേക്കും അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണം എത്രമാത്രം സുതാര്യമായിരിക്കണം, എത്രമാത്രം ഭംഗിയുള്ളതായിരിക്കണം, അവർക്ക് തൻ്റെ അണികൾക്ക്, തൻ്റെ പ്രവർത്തകർക്ക്, തൻ്റെ ആളുകൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കേണ്ടതുണ്ട്. അതവരുടെ വികസനത്തിൽ എഴുതപ്പെട്ടത് മാത്രമല്ല, അതവർ ചെയ്യുക തന്നെ വേണം. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ വോട്ടിന്റെ ഇലക്ഷന്റെ മുമ്പായിട്ട് അവർ അടിച്ചിറക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എന്നിട്ട് അത് വെറും വാഗ്ദാനമാക്കി മാത്രം മാറ്റി, വാഗ്ദാനങ്ങൾ മാത്രമായി നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വികസനം എന്നുള്ളത് ശരിയായ വിദ്യാഭ്യാസം, കുടിവെള്ളം, അതുപോലെയുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, അതുപോലെ ഒരു നാടിന്, ഒരു പ്രദേശത്തിന്, ഒരു ജനതയ്ക്ക് വേണ്ട, അവർക്ക് അവകാശമുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്തൊക്കെ കൊടുക്കണം, അതാണ് വികസനത്തിലൂടെ നാം ചെയ്തു കൊടുക്കേണ്ടത്. രാഷ്ട്രീയക്കാർ എന്ന് കാണിക്കുന്നതോ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേവലം ഇലക്ഷന്റെ മുന്നോടിയായിട്ട് നമ്മളിലേക്ക് എത്തുകയും ആ ഒരു 5 വർഷ കാലയളവിൽ അവർ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നുപോലും പൂർത്തിയാക്കാതെ എവിടെങ്കിലും തുടങ്ങി വെച്ചുകൊണ്ട് അത് തന്നെ പൂർത്തിയാക്കാതെ അവർ വളരെയധികം അഴിമതികളും വളരെയധികം മറ്റുള്ള രീതിക്കുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ നമുക്ക് നൽകേണ്ട നമ്മുടെ വികസനങ്ങളെ നാം ചോദ്യം ചെയ്യണം. ഇന്ന് നാം ഈ കവലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ ജനങ്ങളും അതിൽ ഉത്ബോധവരായിക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന പ്രതിഷേധങ്ങളിലും ഇനി വരാനിരിക്കുന്ന എല്ലാ സംഗമങ്ങളിലും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. കാരണം നമ്മുടെ പഞ്ചായത്തിലുള്ള റോഡുകളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഹോസ്പിറ്റലുകളെ അവർ ഇപ്പോഴും നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. നമുക്ക് നൽകിയ സൗകര്യങ്ങൾ അവർ ഇപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമായി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അവർ നൽകിയ വാഗ്ദാനങ്ങൾക്ക്, അവരുടെ ആ വാഗ്ദാനങ്ങളെ എന്നാണോ നമുക്ക് നേടിത്തരുന്നത് അതുവരെ നാം പ്രതിഷേധിക്കണം. നമ്മൾ ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത് അതിനാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും, ഓരോ പ്രതിഷേധങ്ങളും, ഓരോ രാഷ്ട്രീയക്കാരും നാം നൽകുന്ന വോട്ടിന് എതിരായിരിക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ സമയത്ത് അവർ നമ്മളിലേക്ക് സമീപിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ പാർട്ടിയെ വിജയിപ്പിക്കുക, അതിനു വേണ്ടിക്കൊണ്ട് അവർ എന്തും ചെയ്യും, ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മെ മോഹിപ്പിക്കുകയാണ്. ഒരാളും ആ മോഹനത്തിൽ വഞ്ചിതരാകരുത്. ഇനിയുള്ള രാഷ്ട്രീയ മുന്നോട്ടങ്ങൾ, ഇനിയുള്ള ഇലക്ഷനുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അടയാളങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നിന്നും ഞാൻ വിരാമം കുറിക്കുകയാണ്. ജയ് ഹിന്ദ്.